ശ്രീ ഗുരുഭ്യോ നമഃ. നമശ്ചണ്ഡികായി. ശ്രീ ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലിവിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ 4ാമത്തെ ശതചണ്ഡികാ മഹായജ്ഞം ഇപ്രാവശ്യം ഭജനപുര പാലസിൽ നവംബർ 20 മുതൽ 24 വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ലോകക്ഷേമത്തിനും ഐശ്വര്യത്തിനും സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി നടത്തുന്ന ഈ മഹായജ്ഞത്തിൽ എല്ലാവരും, എല്ലാ സനാതന ധർമ്മവിശ്വാസികളും പങ്കുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകണം എന്ന് അപേക്ഷിക്കുന്നു. ശതചണ്ഡികായജ്ഞം എന്ന് പറഞ്ഞാൽ 100 ആവർത്തി ദേവീ മഹാത്മ്യ പാരായണം ചെയ്ത് 10 ആവർത്തി ഹവനം ചെയ്യുന്നതാണ് ശതചണ്ഡികായജ്ഞം. ഇത് ഒരു അശ്വമേധയാഗത്തിന് തുല്യമാണ് എന്ന് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഈ 100 പ്രാവശ്യം ദേവീ മഹാത്മ്യ പാരായണം ശ്രീവിദ്യ ഉപാസകർ ചെയ്യും. ഈ പാരായണം കാതുകൊണ്ട് കേട്ടാൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് ദേവി തന്നെ ഇതിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നതായിട്ട് കാണാം. അതും ഈ ശരത്കാലത്തിൽ നടക്കുന്ന ഈ മഹായജ്ഞത്തിൽ, ശരത് ഋതുവിൽ നടക്കുന്ന മഹായജ്ഞത്തിൽ പങ്കുകൊണ്ടാൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു വൈശിഷ്ട്യമുണ്ട്. ശരത്കാലേ മഹാപൂജാം ക്രിയതേ യാജവാർഷകി തസ്മാന്മൈതൻ മാഹാത്മ്യം ശ്രുത്വാ ഭക്തിസമന്വിതഃ സർവബാധാ വിർമുക്തോ ധനധാന്യസമന്വിതഃ എന്ന് ദേവി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ശരത്കാലത്തിൽ നടക്കുന്ന ഈ മഹായജ്ഞത്തിൽ പങ്കുകൊണ്ട് ദേവീ മഹാത്മ്യ പാരായണം കാതുകൊണ്ട് കേട്ടാൽ തന്നെ എല്ലാ ബാധയും മാറ്റി ധനധാന്യ സമ്പത്ത് ദേവിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകും. അതിൽ സംശയമില്ല. മനുഷ്യോ മത്പ്രസാദേന ഭവിഷ്യതി ന സംശയഃ. സംശയമേ ഇല്ലാത്ത കാര്യമാണെന്ന് ദേവി തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭജനപുര പാലസിൽ 20-ാം തീയതി മുതൽ 24-ാം തീയതി വരെ ദേവീ മഹാത്മ്യ പാരായണത്തിൽ പങ്കുകൊണ്ട് അത് ശ്രവണം ചെയ്ത് ദിവസവും കുങ്കുമാർച്ചന ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിലും എല്ലാവർക്കും പങ്കുകൊള്ളാം. തുടങ്ങുമ്പോൾ മനസ്സിന് ഒരു ഏകാഗ്രത കിട്ടുന്നതിനുള്ള ഒരു ധ്യാനം തുടങ്ങിയ കാര്യങ്ങളും, ശ്രീചക്ര പൂജ, ലക്ഷാർച്ചന, ഇതിലെല്ലാം പങ്കുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമായി ഇത് ഒരു മനസ്സിൻ്റെ ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ, പൂർണ്ണമായിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിന് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും പൂർണ്ണമായി കിട്ടുന്നതിനായി നടത്തുന്ന ഈ യജ്ഞത്തിൽ എല്ലാവരും പങ്കുകൊള്ളുന്നതിനായി അപേക്ഷിക്കുന്നു. നമസ്കാരം.